എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണിക്കും. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ വിറ്റമിൻ ഡിയെ കുറിച്ചാണോ, എന്നാൽ എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ പോകാൻ വരട്ടെ, ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവുക. കാരണം അതിനുശേഷം നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ പലരും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് വിറ്റമിൻ ഡി, ഞാൻ വിറ്റമിൻ ഡി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതിന്റെ കുറവ് മൂലം. എനിക്ക് പോലും നമ്മൾ ചിലപ്പം പലരും ചിന്തിക്കുന്നുണ്ടായി, എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് ഇന്ന അസുഖം വന്നതെന്ന് നമ്മൾ പോലും ചിന്തിക്കത്തില്ല. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് തോന്നുവാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണുകയോ അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇപ്പം നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ വിറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഈ വിന്റർ സീസണിലൊക്കെ കാരണം വെയിലും കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഡാർക്ക് സ്കിന്നുള്ളവർക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒത്തിരി പേർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞങ്ങോട്ട് നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് ഒരു വർഷക്കാലമായിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണമായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. കാരണം ഞാൻ ഓർത്തു എനിക്ക് തന്നെ മടിയാണ്, ഇത് എന്നാ പറ്റിയെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ജോലിക്ക് പോയാൽ തന്നെ ജോലി ചെയ്യും, തിരിച്ചു വരും എന്നുള്ളത് ശരീരം ഭയങ്കര ക്ഷീണമാണ് നമുക്ക്. ഇങ്ങനെ എഴുന്നേറ്റിരിക്കാനോ, അതുപോലെ തന്നെ മസിലുകൾക്ക് ഭയങ്കര വേദന വരാൻ തുടങ്ങി, ജോയിന്റുകൾക്ക് വേദന വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് മറവിയാണ്. എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മറവി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം ചിലപ്പോൾ അത് ഓർക്കുകയില്ല. പിന്നെ അത് ഓർത്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നായിരുന്നു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായോ, എനിക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു തന്നെ ഇത്രയും ചെറുപ്പത്തിലെ ഇങ്ങനെ ഓർമ്മക്കുറവ് വരുന്നതെന്ന്. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്തു, ഇപ്പൊ നമ്മൾ ഒരു രാജ്യത്ത് വരുമ്പോൾ നമുക്ക് പിള്ളേര് ഫാമിലിയൊക്കെ ആകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ സ്ട്രെസ് കൊണ്ടാണോ ഇങ്ങനെ മറവ് വരുന്നതെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ മറന്നു പോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അപ്പൊ ഞാൻ എപ്പോഴും എഴുതി വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. ഇപ്പൊ മുടി പൊഴിയുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആ മുടി പൊഴിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം. ഇപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് എന്റെ മുടി പൊഴിച്ചെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ, നിന്റെ തലയിൽ ഇഷ്ടംപടി മുടിയാണല്ലോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടത്തി പൊഴിയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി. വീട്ടിൽ എവിടെ നോക്കിയാലും മുടി. കാരണം അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് മുടി തന്നെ വെട്ടാൻ കാരണം നീളത്തിലുള്ള മുടികൾ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ പിന്നെ എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ഇപ്പൊ മാസത്തിൽ തന്നെ ഒരാഴ്ച അസുഖം ഇല്ലെങ്കിൽ പിറ്റേ ആഴ്ച അസുഖം വരും. അങ്ങനെ ഒരാഴ്ച കൂടി ഇങ്ങനെ എപ്പോഴും അസുഖങ്ങൾ വരിക. അതായത് പനി, ജലദോഷം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ പണ്ടൊന്നും എനിക്ക് അസുഖങ്ങൾ അങ്ങനെ പനി അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്കടെ പോലും പോകാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ വിറ്റമിൻ ഡിയുടെ കുറവ് വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും ഭയങ്കര അസുഖമായി. ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ക്ഷീണം വരും. ജസ്റ്റ് ജലദോഷം വന്നാൽ പോലും ഭയങ്കര ക്ഷീണം വരിക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ മുടിപൊഴിച്ചിലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഓർമ്മക്കുറവ്. പിന്നെ എനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടന്നൊക്കെ പോവാന്ന് വെച്ചു. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേന് പെട്ടെന്ന് എൻ്റെ കാലിന്റെ ഈ തുടയ്ക്കകത്തുനിന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നാ പറയണ, ഇങ്ങനെ നമുക്കൊരു കറണ്ട് അടിക്കുന്ന പോലെ, ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലിന്റെ അകത്തൊക്കെ ഈ ദശയ്ക്കുള്ളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു മിന്നൽ പോലെ. അതെങ്ങനെയാ എനിക്ക് ഡോക്ടറിനോട് പോലും ചെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു വേദന. പിന്നെ അങ്ങനെ വേദന വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലും, കാലം പിന്നെ എടുത്ത് വെക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വന്നു. റോട്ടിലൊക്കെ ചില സമയത്ത് ഞാൻ അരമണിക്കൂറൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. കാരണം പിന്നെ നടക്കാൻ പറ്റുന്നില്ല. കാലൊന്ന് അനക്കാൻ പറ്റിയല്ലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ്. അപ്പോൾ എക്സ്റേയിലൊന്നും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പോലും എന്നാ പറയുന്നില്ല, വിറ്റമിൻ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുന്നില്ല കേട്ടോ.
ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്നതിനിടെ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയെല്ലാം വരുക, ഇതെന്നാ എനിക്ക് ഇനി വല്ല മാരക അസുഖമാണോ എന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളല്ല എനിക്ക് ഉണ്ടാവുക, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാനും ചിന്തിക്കുന്നില്ല എനിക്ക് വിറ്റമിൻ ഡിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ പറഞ്ഞു, ഇത്രയും ചെറുപ്പത്തിലെയൊക്കെ ഓർമ്മക്കുറവൊക്കെ വരുമോ ചേച്ചി? ചേച്ചിയുടെ പേര് ഷെറിൻ കേട്ടോ. എൻ്റെ ഇവിടെ എൻ്റെ അയൽവക്കംകാരി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം അന്ന് ചേച്ചിയോട് ഏകദേശം ഞാൻ ഒരു 1.5 മണിക്കൂർ ഫോൺ വഴി സംസാരിച്ചു. കാരണം അത്രയും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറയൂ, അയ്യോ ഈ ഓർമ്മക്കുറവ്, എനിക്ക് ഇത്രയും ഓർമ്മക്കുറവാ ചേച്ചി, ഇത് എന്നാ നടത്തില്ല, ഞാനിപ്പോ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുക, പിന്നെ ഇതെന്നെ മടിയാണോ നടത്തില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മൂടൊക്കെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഒരു ഡിപ്രഷൻ പോലെ. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞത് വലിയ വാക്കാണ്, പക്ഷെ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ചേച്ചി എന്നോട് പെട്ടെന്ന് പറയുമോ, എടി എനിക്ക് ഇങ്ങനെ പണ്ടുണ്ടായി, അപ്പൊ എനിക്കത് ഭയങ്കര വിറ്റമിൻ ഡിയുടെ കുറവായിരുന്നു, വിറ്റമിൻ ഡെഫിഷ്യൻസി ആയിരുന്നു, നീ എത്രയും വേഗം നീ ഇന്നിപ്പോ ഇതായില്ലേ, നീ നാളെ തന്നെ ഡോക്ടറിനെ കാണാൻ പോണെന്ന്. അപ്പം ഞാൻ ഒരു തവണ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മുടി പൊഴിച്ചില് ഇങ്ങനെ കാരണം, അപ്പൊ ഡോക്ടർ വേറെ ടെസ്റ്റുകളൊന്നും ചെയ്തില്ല. ഓ നിന്റെ തല ഒത്തിരി മുടിയുണ്ട്, അതൊന്നും സാരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ തിരിച്ചു വിട്ടു. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ ഏതായാലും, കാരണം ഇവിടെ വിറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ പൈസ കൊടുക്കണം. അപ്പൊ അവരങ്ങനെ ടെസ്റ്റ് ചെയ്യല്ലോ കേട്ടോ, നമ്മൾ പേയ്മെന്റ് ചെയ്താലേ നമ്മുടെ വിറ്റമിൻ ഡി. ഞാൻ ചെന്ന് പറഞ്ഞു, എന്റെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊഴിയും. പിന്നെ ഞാൻ എന്റെ മുടി പൊഴിയുന്നതെല്ലാം ശേഖരിച്ച് വെക്കാൻ തുടങ്ങി, എന്തോരം പൊഴിയൂന്ന്. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്ടറിനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഡോക്ടർ ഒന്ന് വിറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. അപ്പൊ എന്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഡോക്ടർ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് ബ്ലഡ് എടുത്തപ്പോൾ റിസൾട്ട് അപ്പൊ കിട്ടത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഒക്കെ തന്നു വിട്ടു. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിന് പിറ്റേ ദിവസം തന്നെ കണ്ട് റിപ്പോർട്ട് കിട്ടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് ഫോൺ വന്നു, എത്രയും വേഗം കൂടി ചെല്ലാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് വിറ്റമിൻ ഡി നോർമൽ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടത് 30 തൊട്ട് 100 വരെ. ഇപ്പൊ ഒരു 60-70 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വാല്യൂ, ഏറ്റവും നല്ലൊരു വാല്യൂ ആണ് കേട്ടോ. ഇപ്പം 20 താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. എനിക്ക് പക്ഷെ വിറ്റമിൻ ഡി 4 ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് എനിക്കിത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി കേട്ടോ. ഞാൻ ഓർത്ത് എനിക്ക് വല്ല മാരക അസുഖമാണെന്ന് വരെ ചിന്തിച്ചായിരുന്നു, ഇനി വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ തന്നെ ചിന്തിച്ച് പേടിച്ചു പോയായിരുന്നു. എന്നിട്ട് അപ്പൊ ഡോക്ടർ പെട്ടെന്ന് തന്നെ എനിക്ക് മരുന്ന് എഴുതി തന്നു. എന്നിട്ട് ഇങ്ങനെ ഇത്രയും കുറവുള്ളവർക്ക് ഒരുമിച്ച് 6 ഗുളിക ഒറ്റയടിക്ക് ഒരു നേരം കഴിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു ഡോക്ടർ. അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഫാർമസി ചെന്നപ്പോഴത്തേനും ഫാർമസിസ്റ്റ് പറഞ്ഞു, ഇതന്നെ ഇത്രയും ഗുളിക ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഗുളിക കഴിക്കാവോ എന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ ഇതിങ്ങനെ അറിയാവുന്നവരുടെ അവർക്കും ഒരു സംശയം, ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്കൊരു പേടിയാവും. ഇത്രയും ഗുളികയൊക്കെ 5 ഗുളിക ഒറ്റയടിക്ക് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തെ, അതായത് ഡോസ് കൂടിയതായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും എന്നോട് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ പിന്നെ ഡോക്ടറിനെ ഒന്നോടെ ഞാൻ ചെന്നു. ഇങ്ങനെ അപ്പൊ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ, നിനക്ക് ഇത്രയും ഡെഫിഷ്യൻസി ആണ്. കാരണം ഒരു മനുഷ്യന് 30 തൊട്ട് 100 വരെയുള്ളതിൽ വാല്യൂ ഇതിനിടയിൽ ഉണ്ടായിരിക്കണം. ഇത് നിനക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, 4 ആണ്. അതുകൊണ്ട് നീ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ കഴിച്ചു. എന്നിട്ട് പിന്നെ ആഴ്ചയിൽ 1 വീതം എന്നോട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു മാസമൊക്കെ ആയപ്പോഴത്തേനും പയ്യെ എനിക്ക് കാലിന്റെ ഒക്കെ വേദനയൊക്കെ മാറാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം, ഇപ്പൊ എനിക്ക് ഇത്രയും കുറഞ്ഞു പോയിട്ടും ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ആ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ആശുപത്രിയിൽ പോയതും ഡോക്ടറിനോട് നിർബന്ധമായിട്ടും എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ. അല്ലെങ്കിൽ എനിക്ക് വിറ്റമിന്റെ കുറവാണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ലായിരുന്നു. കാരണം വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം അത്രയേറെ പ്രോബ്ലങ്ങൾ ഉണ്ടായി. ഇപ്പൊ നിങ്ങളോട് എനിക്ക് പറയാൻ ഇത്രേ പറ്റത്തുള്ളൂ. കാരണം അത്രയേറെ പ്രോബ്ലങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട്, ചിലപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ എന്നാൽ വിറ്റമിൻ ഡി ചെക്ക് ചെയ്തേക്കാന്നൊന്നും പറയത്തില്ല, നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആയതുകൊണ്ടൊക്കെ. കാരണം ഇതിന് കുറച്ച് നാൾ മുമ്പ് ഇവിടെ പിള്ളേരുടെ ഡോക്ടറുണ്ട്. പിള്ളേരുടെ ഡോക്ടർ എന്നോട് എല്ലാ വിസിറ്റിന് ചെല്ലുമ്പോൾ പ്രത്യേകം അവർ പറയാറുണ്ട്, പിള്ളേർക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു തുള്ളിമരുന്നുണ്ട്, അത് പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ എപ്പോഴും. അതായത് എല്ലാ ദിവസവും ഓരോ തുള്ളി വീതം കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പേരൻസും കഴിക്കണം എന്ന് വരെ എന്നോട് പറഞ്ഞു തന്നതാണ്. പക്ഷെ എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല.
അതിനുശേഷം കുറെ നാളൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് മറന്നൊക്കെ പോകും, ഇങ്ങനെ വിട്ടുപോകും കഴിക്കാൻ. കാരണം എല്ലാ ഞായറാഴ്ച ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ കുറെ നാൾ കഴിച്ചു. ആ പ്രശ്നങ്ങൾ മാറിയപ്പോൾ ഞാൻ വീണ്ടും അത് കഴിക്കാതെയായി. അപ്പൊ എനിക്ക് വീണ്ടും അതേ പ്രശ്നങ്ങൾ വന്നു. മുടി പിന്നെയും എൻ്റെ എല്ലാം ഒന്ന് കുറഞ്ഞതായിരുന്നു, പിന്നെയും പൊഴിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങളില് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുവാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് ഒന്ന് വന്നതുകൊണ്ട് വീണ്ടും അതേ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഒന്നിലും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ ഒരു ജോലി, ഇപ്പൊ ഞാൻ ജോലി സ്ഥലത്ത് ഇപ്പോഴും വീണ്ടും എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കും ഒരു പേപ്പർ എക്സ്ട്രാ. ഇപ്പം എന്നാ പറയാ, നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുന്നത് കൂടാതെ വേറൊരു പേപ്പർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. കാരണം നമ്മൾ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പം ഞാൻ വീണ്ടും ഗുളിക എടുക്കുന്നുണ്ട്. എന്നാലും ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ജനുവരി വീണ്ടും വന്ന് ചെക്ക് ചെയ്യണമെന്ന്. ചിലപ്പം കുറഞ്ഞതിന്റെ ആയിരിക്കാം. എനിക്ക് വീണ്ടും ഇങ്ങനെ ഇപ്പം ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കുറഞ്ഞാണോ എന്നാന്ന്. അതുകൊണ്ട് വീണ്ടും ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുവാണ്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെയുള്ള, അതുകൊണ്ട് പിന്നെ വിറ്റമിൻ ഡി കൂടാനായിട്ട്, അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ 1 വീതം വിറ്റമിൻ ഡിയുടെ ഗുളികകൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അയ്യോ എനിക്ക് കാലുവേദനയാ, കൈക്ക് വേദനയാ, ജോയിന്റ് പെയിനാ, മസിൽസ് പെയിനാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് ചിലപ്പോൾ വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ആശുപത്രിയിൽ പോവുക. അല്ലാതെ നമ്മളെയും കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഇത്രയും കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെയും കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളിയല്ലാത്തതുപോലെ ആയി പോകും. കാരണം എനിക്ക് ഭയങ്കര തലകറക്കം, തലവേദന, അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റത്തില്ല. പൊങ്ങി കഴിയുമ്പോഴത്തേന് തല കറങ്ങും. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം അതെല്ലാം വിറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളാണ്. എപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരിക, അതപ്പം നമ്മൾ എപ്പോഴും തിരിച്ചറിയുക ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വിറ്റമിൻ ഡിയുടെ ഗുളികകൾ എടുക്കുന്നതിനോടൊപ്പം നമ്മൾ പാല്, മുട്ട, അതുപോലെ തന്നെ മീന്, കൂണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാതെയൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും എന്നാ പറയണേ, എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകാനും ബ്ലഡ് ടെസ്റ്റ്, നമ്മുടെ ഇവിടെ ഇപ്പം ജർമ്മനിയിലുള്ളവരാണെങ്കിൽ നമുക്ക് വർഷത്തിൽ 1 തവണ അല്ലെ 2 തവണയൊക്കെ നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് കറക്റ്റായിട്ട് വേണ്ട ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.